കുടജാദ്രി കൂട്ടിക്കൊള്ളും മഹേശ്വരി കുണദായിനി. അങ്ങനെ അമ്മയെ ഉപാസിച്ച ശങ്കരാചാര്യ സ്വാമി കൊല്ലൂരിലേക്ക്, ഇവിടെ നിന്നുമാണ് കൊല്ലൂരിലേക്ക് കൊണ്ടുപോയി കുടിയിരുത്തി എന്ന് പറയുന്നു. ഇങ്ങനെ തപസ്സനുസരിച്ച് ശങ്കരാചാര്യം അകത്തിരിപ്പുണ്ട്. ഇതാണ് സർവജ്ഞപീഠം. സർവജ്ഞപീഠത്തിൽ കുറച്ച് നേരം ജപിക്കാതിരിക്കുകയാണ്. ഈ സർവജ്ഞപീഠത്തിൽ നിന്നും വീണ്ടും പുറകിലേക്ക് ചിത്രമൂല ഗുഹകൾ ഉണ്ടെന്നറിയുന്നത്. ആ ഗുഹയിൽ ഗണപതി പിന്നെ സിദ്ധന്മാരൊക്കെ ഇരിപ്പുണ്ട് എന്ന സങ്കല്പമുണ്ട്. സങ്കല്പമല്ല ഉണ്ട്. അതിലൊന്നും നമുക്ക് പോകാൻ ഇപ്പം അനുവാദമില്ല. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നിന്നും താഴേക്ക് പോകുമ്പോഴാണ് ചിത്രമൂല ഗുഹാക്കം അറിയപ്പെടുന്നത്. ഇപ്പം ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗുരുഭ്യോ നമഃ, ശങ്കരാചാര്യേഭ്യോ നമഃ, ഗുരുഭ്യോ നമഃ. ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇത്രയും മലയുടെ മുകളിൽ ഇത്രയും ജലം നിൽക്കുന്നു എന്ന് പറയുന്നതിന് അത്ഭുതമാണ്. കുടജാദ്രി ഹിൽസ് കയറുന്നവർ മുകളിൽ കയറുമ്പോൾ ദാഹം ഉണ്ടാകാൻ വഴിയുണ്ട്. ഇവിടെ വെള്ളം കിട്ടാൻ വഴിയൊന്നുമില്ല. ഫ്ലാസ്കിൽ ഇച്ചിരി വെള്ളം കരുതിക്കോണം. പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് സാധനങ്ങളോ ഒന്നും മുകളിൽ അനുവദനീയമല്ല. കുടജാദ്രി ക്ഷേത്രത്തിൽ നിന്നും മുകളിലേക്ക് സർവജ്ഞപീഠം വരെ 1.5 കിലോമീറ്റർ മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റമാണ്. പതുക്കെ പതുക്കെ കയറിയാൽ നമുക്ക് കയറി ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. ജീപ്പുകാർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 2 മണിക്കൂറാണ്. അതിനുശേഷം തിരികെ ഇറങ്ങുകയും വേണം. രാത്രിക്ക് മുമ്പ് തന്നെ നമുക്ക് കൊല്ലൂർ എത്തേണ്ടതുണ്ട്. കൊല്ലൂരിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു പുറ്റമ്പലം ഉണ്ട്. ഈ പുറ്റമ്പലത്തിൻ്റെ ഇപ്പുറത്തുകൂടിയാണ് സൗഭർണികയിലേക്ക് പോകുന്നതും. KSRTCയുടെ ആലപ്പുഴ കൊല്ലൂർ മൂകാംബിക ബസ്സാണ് ഈ പോകുന്നത്. ആലപ്പുഴയിൽ നിന്നും ഉച്ചയ്ക്ക് 1:50 പുറപ്പെട്ട് രാവിലെ 4:50 ഇത് കൊല്ലൂർ മൂകാംബികയിൽ എത്തിച്ചേരുന്നതാണ്. രാവിലെ 6 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്രം രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1:30 നട അടയ്ക്കും. വൈകുന്നേരം 3:30 തുറന്ന് രാത്രി 9 മണിയോടുകൂടി നട അടയ്ക്കുന്നതാണ്. ക്ഷേത്രത്തിൽ അതിരാവിലെ തന്നെ എത്തിയാൽ ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരിക്കും. 8-9 മണിക്ക് കഴിഞ്ഞ് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പൂജകൾ, ചണ്ഡിയാഹവനം, പല്ലക്ക് പൂജ, തേരുപൂജ എന്നിവ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേണു തിരുമേനി.